ഹായ് ഫ്രണ്ട്സ്, സമത്തെ ഡെയിലിടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തും ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും വീട്ടിലും ഇതേപോലെ കറണ്ടിൻ്റെ ടോർച്ച് കേടായത് സാധാരണ രീതിയിൽ കേട് റിപ്പയർ ചെയ്യാറില്ല. സാധനം ഒഴിവാക്കി പുതിയ വേറെ വാങ്ങാനില്ലാന്ന് ചെയ്യൽ. അപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കുക. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ ആക്കി ഞാൻ ഇതേമാതിരി പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നേരെ കൂടി കണ്ടു. അപ്പോൾ ഫ്രണ്ട്സ് എന്താണ് കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ സ്വിച്ച് ഇട്ടാലും ഇത് ബൾബ് കത്തുന്നില്ല. അപ്പോൾ എന്താ കംപ്ലൈൻറ്റ് ജസ്റ്റ് നമുക്ക് ഇത് അയച്ച് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഫ്ലഗ് വെച്ചാണ് ചാർജ് ആകണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സ്വിച്ച് ഓൺ ആക്കുകയാണ്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ റെഡ് LED കത്തുന്നുണ്ട്, കണ്ടല്ലേ? അപ്പോൾ ചാർജ് ആവുന്നുണ്ടെന്നുള്ളതാണ് കാണിക്കണത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അയച്ചു നോക്കാം. അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ബാറ്ററി ബോർഡൊക്കെ ഊരിന രീതി ശ്രദ്ധിക്കണം. അതേ രീതി തന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ശ്രദ്ധിച്ച് എല്ലാവരും അയച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അയച്ചെടുത്തു, കണ്ടല്ലേ? ഒരു ബോർഡും ഒരു ബാറ്ററിയാണ് ഇതിലുള്ളത്. അപ്പോൾ രണ്ടും ചെറിയ ബാറ്ററിയും ചെറിയ ബോർഡും ഇതിനുള്ളത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ വെക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ടി വരും. മറ്റേത് ഇതിനുള്ളിൽ കൊള്ളൂല. അപ്പോൾ ശ്രദ്ധിച്ചാണ് വെക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചാണ് അയച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ആ ഫ്ലഗിൽ കുത്തുന്ന 2 പിൻ ഉണ്ടല്ലോ, ആ പിന്നെ നമുക്ക് ഇതിൽ ബോർഡിൽ നിന്ന് സോൾഡർ തന്നെ ഊരിയെടുക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു വയർ വെച്ച് കൊടുക്കുകയാണ്. സോൾഡറും ശ്രദ്ധിക്കുക, അതേ സ്ഥലത്ത് വേണം സോൾഡർ ചെയ്യാൻ. മറ്റേ മാറിപ്പോയാൽ ഷോർട്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചാണ് അയച്ചെടുക്കാൻ. അപ്പോൾ രണ്ടാമത് നമുക്ക് സോൾഡർ ചെയ്യാണ് ബോർഡുമൊക്കെ തന്നെ. അപ്പോൾ രണ്ട് വയർ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തു. ഓക്കെ, 2 വയറും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്ലഗ് വെച്ച് ഓണാക്കി നോക്കണം. നമുക്കിത് ബാറ്ററിക്ക് ചാർജ് ആകണ്ടോ ഇല്ലയെന്ന് അറിയില്ലോ. കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം നമ്മൾ. അത് ഓണാക്കി നോക്കണ്ടോ, റെഡ് LED കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മൾട്ടിമീറ്റർ ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്ത് നോക്കുക. ചാർജ് ആകണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ലോ. ഓക്കെ, കണ്ടോ, കറക്റ്റ് 4 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ചാർജിങ് റെഡിയാണ്. ഇനി നമുക്കിത് പ്ലഗ് ഒന്ന് ഓഫാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ചാർജ് ഉണ്ടോ നോക്കാം ബാറ്ററിയിൽ. കാരണം ബാറ്ററി ലീക്ക് ആണെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് നോക്കാം. നമുക്ക് ബാറ്ററി ചാർജ് ഉണ്ടോ നോക്കാം. ഓക്കെ, അതും റെഡിയാണ്. അവിടെ 4 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ചാർജ് ആവുന്നുണ്ട്, ബാറ്ററി കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഒന്ന് ഓണാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി നമുക്ക് LED ഒന്ന് ഊരിയെടുക്കണം. നമുക്ക് ഊരിയിട്ട് നമുക്ക് അതിൻ്റെ ആ ഭാഗത്ത് നിന്ന് നോക്കാം. ആണോ? ഓക്കെ, അവിടെയുണ്ട് 4 പോയിൻ്റ്, കണ്ടില്ലേ? അപ്പോൾ ഇനി എന്താ കംപ്ലൈൻറ്റ് വെച്ചാൽ മിക്കവാറും LED ബൾബ് കംപ്ലൈൻ്റ് ആയിരിക്കാനാണ് സാധ്യത ഉള്ളത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇതേമാതിരി തന്നെ മൾട്ടിമീറ്റർ ഉപയോഗിച്ചാൽ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് അയച്ചെടുക്കണം ആദ്യം. ഓക്കെ, അയച്ചെടുത്തു. നമുക്ക് മൾട്ടിമീറ്റർ കണ്ടിന്യൂ മോഡിലിട്ടാണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആണോ? കത്തുന്നില്ല. അപ്പോൾ ബൾബ് പോയതാണത്. നമ്മൾ വേറെ ബൾബ് എടുത്താണ് ജസ്റ്റ് നോക്കാം. നമുക്ക് അതേമാതിരി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഉണ്ടോ? കത്തുന്നത്. അപ്പോൾ ബൾബ് പോയത് തന്നെയാണത്. അവനെങ്കിൽ ആ ബൾബ് എടുത്താണ് നമുക്ക് അതിൽ സെറ്റാക്കി കൊടുക്കാം. നമ്മൾ ഊരി അതേമാതിരി തന്നെ ഒന്ന് വെച്ചാണ് ഫിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് സ്ക്രൂഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം, ടൈറ്റാക്കി കൊടുക്കാം. ഓക്കെ, സ്ക്രൂ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിന് വലിയ കാലാണ് പോസിറ്റീവ് വരിക LED-ൻ്റെ. രണ്ടാമത് ചെറിയ കാല് നെഗറ്റീവാണ് വരിക. ഒരിക്കലും കാല് മാറിപ്പോയതാണോ? ചെറിയ കാല് നെഗറ്റീവും വലിയ കാല് പോസിറ്റീവാണ് വരിക. അപ്പോൾ നമുക്ക് ആ LED നമുക്ക് വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ് മാറിപ്പോയാൽ ബൾബ് കത്തൂല. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ.
ഓക്കെ, നമ്മൾ രണ്ടാമത്തെ വയറും സോൾഡർ ചെയ്യാണ്. ഓക്കെ, സോൾഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, കത്തുന്നുണ്ട്. സക്സസ്. ഓക്കെ, റെഡിയാണ്. അപ്പോൾ നമുക്കിനി ആ ബോർഡുമ്പോൾ നേരത്തെ സോൾഡർ ചെയ്ത് 2 വയർ ഇതാ, ആ മഞ്ഞ വയർ നമുക്ക് ഊരിയെടുക്കണം. എന്നിട്ട് പഴയത് ആദ്യം ഊരിയെടുത്ത വയറുണ്ടല്ലോ, അത് ആ ടോർച്ചിൻ്റെ ട്യൂബിനുണ്ടല്ലോ ഫ്ലഗിൽ തന്നെ, അത് ഇതേമാതിരി തന്നെ രണ്ടാമത് അതേമാതിരി തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കണം. സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും കണക്ഷൻ മാറിപ്പോകാൻ പാടില്ല. കാരണം ഷോർട്ടാവും മാറിയാൽ. അപ്പോൾ ഊരിയ രീതി ശ്രദ്ധിച്ചാൽ അതേ രീതി തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ സോൾഡർ ചെയ്തു, രണ്ടാമത്തെ വേറെ അതേ രീതിയിൽ തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഊരിയ സ്ഥലം ഓർമ്മ വേണം. മറ്റെന്താ വെച്ചാൽ മറന്നു പോയാൽ ബോർഡ് ഷോർട്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ടോർച്ച് ഒന്ന് ഒതുക്കാണ്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് പിന്നൊന്ന് സെറ്റാക്കി കൊടുക്കാം. നേരത്തെ ഊരി പിന്നാണത്. അതൊക്കെ ബോർഡും ബാറ്ററി ഉള്ളിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഗ്യാപ്പ് കുറവാണ്, എപ്പോഴും ഷോർട്ടാകാൻ സാധ്യത കൂടുതലാണ്. ഞാൻ അതുകൊണ്ട് പേപ്പർ വെച്ച് കൊടുത്തത്, തീരെ സ്പേസ് ഇല്ല അതിനുള്ളിൽ. അപ്പോൾ ഊരുമ്പോൾ നല്ല സെറ്റാക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം സെറ്റാക്കി കൊടുക്കാൻ. കഴിഞ്ഞ് നമ്മൾ സ്ക്രൂ ടൈറ്റാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓണാക്കി നോക്കാം. ആണോ, കത്തുന്നുണ്ടോ? ഓക്കെ, സക്സസ്. വെറും 5 രൂപയോടെ ഇതിന് ചിലവായത്. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലഗിൽ വെച്ചാണോ ചാർജാണോ നോക്കാം. കാരണം നമ്മൾ ബോർഡും ബാറ്ററി കഴിച്ചെടുത്തതല്ലേ. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് ഓണാക്കി നോക്കാം, ചാർജ് ആകണ്ടല്ലേ നമുക്ക് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ സ്വിച്ച് ഇടുകയാണ്. ഓക്കെ, സ്വിച്ച് ഇടണ്ടോ, റെഡ് LED കത്തുന്നുണ്ട്. അപ്പോൾ ഓക്കെ, സക്സസ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിന് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിരുന്നു എൻ്റെ ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിരന്തരം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുവരേക്കും എല്ലാവർക്കും